നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മുടെ മാനസികാരോഗ്യം ചർമ്മത്തിൻ്റെ ആരോഗ്യവുമായി വളരെയധികം കണക്റ്റഡാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതുമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. മുഖക്കുരു, റോസേഷ്യ, സോറിയാസിസ്, എക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങൾ, വിഷാദം, ഉത്കണ്ഠ, മോശമായിട്ടുള്ള ജീവിത നിലവാരം തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇമോഷൻസ്, പ്രത്യേകിച്ച് സമ്മർദ്ദവും ഉത്കണ്ഠയും ചർമ്മരോഗങ്ങൾക്ക് കാരണമാകും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അമിതമായിട്ടുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും ഒക്കെ തന്നെ സ്കിൻ സംബന്ധമായ അവസ്ഥകളെ കൂടുതൽ വഷളാക്കാനോ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ പുറത്ത് വരാനോ കാരണമാവാറുണ്ട്. വിട്ടുമാറാത്ത സമ്മർദ്ദം രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തും. അതുവഴി സ്കിന്നിൻ്റെ സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവിനെ അത് ബാധിക്കും. മാത്രമല്ല, ചർമ്മത്തിൻ്റെ രോഗപ്രതിരോധ കോശങ്ങളെ തലച്ചോറും നാഡീവ്യവസ്ഥയും റിസപ്റ്ററുകൾ വഴിയും ന്യൂറോ പെപ്റ്റൈഡുകൾ എന്ന് വിളിക്കുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വഴിയും സ്വാധീനിക്കും. അമിതമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് കൊളാജനെ തകർക്കുന്നത് മൂലം ചർമ്മത്തിൽ ചുളിവുകൾക്കും കാരണമാവുന്നു. അതുപോലെ തന്നെ മുഖക്കുരു, എക്സിമ, സോറിയാസിസ് എന്നിവയ്ക്കും കാരണമാവാറുണ്ട്. ചർമ്മത്തിൻ്റെ പ്രതിരോധ സംവിധാനം നശിപ്പിക്കുകയും മുൻപുള്ള ചർമ്മ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തേക്കാം. മുഖക്കുരു, ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. അതോടൊപ്പം തന്നെ മാനസികാരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമ്മർദ്ദം ഒഴിവാക്കുന്നതിലൂടെ ഒരാൾക്ക് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുക മാത്രമല്ല, പല സ്കിൻ കംപ്ലൈൻസും ഒഴിവാക്കാനും സാധിക്കും. പ്രത്യേകിച്ച് മെഡിസിൻസ് കഴിക്കാതെ തന്നെ സ്കിൻ കംപ്ലൈൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിക്കും, അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കുകയാണെങ്കിൽ. പല റിസർച്ചുകളും പറയുന്നത് സമ്മർദ്ദം, വിഷാദം, മറ്റു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇവ സ്കിൻ കംപ്ലൈൻസ് വർദ്ധിപ്പിക്കും എന്നതാണ്. അതുകൊണ്ട് നല്ല തിളങ്ങുന്നതും അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുമായിട്ടുള്ള പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള ചർമ്മം വേണമെങ്കിൽ തീർച്ചയായിട്ടും മികച്ചൊരു മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികാരോഗ്യവും ചർമ്മവും തമ്മിലുള്ള ബന്ധം വളരെയധികം കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാനും ചർമ്മം വീണ്ടും തിളക്കമുള്ളതാക്കാനും സ്വീകരിക്കാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സമ്മർദ്ദത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ആവശ്യമുള്ള തെറാപ്പികളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ മെഡിസിൻസോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല ജീവിതശൈലികൾ കൊണ്ടുവരുന്നതിലൂടെയോ ഒക്കെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ നോക്കണം. ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതും അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതും ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ജീവിതത്തിൽ കൊണ്ടുവരും. അതുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തുക, ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക, നല്ല നല്ല ബുക്സ് വായിക്കുക. അതുപോലെ രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിൽ നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതുപോലെ അമിതമായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്വയം തന്നോട് തന്നെ സംസാരിക്കാനും സ്വയം ബഹുമാനത്തോടെ സ്വയം സ്നേഹിക്കുക, സ്വയം അനുകമ്പയോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാൻ സാധിക്കും. അതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കുക. മാനസിക ഭാരം കുറയ്ക്കാനായിട്ട് കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. മെഡിസിൻസ് വേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസും കഴിക്കാവുന്നതാണ്. ഇങ്ങനെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ നല്ല രീതിയിൽ വയ്ക്കുമ്പോൾ നമ്മുടെ സ്കിൻ കംപ്ലൈൻസും ഒരു പരിധി വരെ കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.